മാർ ജോസഫ് പൗവത്തിൽ പിതാവിൻ്റെ വേർപാടിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം അറിയിച്ചു. പിതാവിൻ്റെ വേർപാട് വലിയ ദുഃഖവും വിഷമവും തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുണ്ട്. ദൈവഹിതത്തോട് ചേർന്ന് നിന്ന് പരിശുദ്ധ സിംഹാസനത്തോട് വിധേയപ്പെട്ട് സീറോ മലബാർ സഭയുടെ തനിമയും പാരമ്പര്യവും കാത്തു സൂക്ഷിക്കാൻ എക്കാലവും പ്രയത്നിച്ച ഒരു മഹത് വ്യക്തിത്വമായിരുന്നു അഭിയന്ന പിതാവ്. സീറോ മലബാർ സഭയുടെ കിരീടം എന്നാണ് ബെനഡിക്ട് മാർപ്പാപ്പ പൗവത്തിൽ പിതാവിനെ വിശേഷിപ്പിച്ചത്. തീർച്ചയായിട്ടും ചെറിയ കാര്യമല്ല. വളരെ അത്യാസന്ന നിലയിലാണെന്നറിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്ന് പിതാവിനെ കാണുവാൻ എനിക്ക് അവസരം ലഭിച്ചു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിയോഗം വലിയ ദുഃഖവും വിഷമവും സഭയ്ക്കും സമാജത്തിനും സമുദായത്തിനും എല്ലാം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അദ്ദേഹം നൽകിയ സംഭാവനകളെ വരുംകാല തലമുറയ്ക്ക് പകർന്നു കൊടുക്കാനും ഒരു പ്രേരക ശക്തിയായി, ചാലക ശക്തിയായി അത് പ്രോജ്വലിപ്പിക്കുവാനും തീർച്ചയായിട്ടും കഴിയണമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിതാവിന്റെ വേർപാടിൽ വലിയ ദുഃഖം രേഖപ്പെടുത്തട്ടെ. പൗവത്തിൽ പിതാവിൻ്റെ വിയോഗം സഭയ്ക്കും സമൂഹത്തിനും ഒരു തീരാ നഷ്ടമാണ്. ശരിയായ ദിശാബോധം ഉള്ള പിതാവ്. അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള ആളായിരുന്നു. ന്യൂനപക്ഷാവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ശരിയായ വിദ്യാഭ്യാസം എല്ലാവർക്കും നൽകുന്നതിനുള്ള മാർഗങ്ങൾ അദ്ദേഹം ആരാഞ്ഞു. ഒട്ടേറെ വിഷയങ്ങളിൽ വളരെ ഉത്തരവാദിത്തത്തോടെ പെരുമാറിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതികരണം എപ്പോഴും സഭയുടെ നിലപാട് അറിയുവാൻ ജനം കാതോർത്ത് നിന്നിരുന്നു. പിതാവ് 2 പതിറ്റാണ്ട് ചങ്ങനാശ്ശേരി രൂപതയെ നയിച്ചു. അദ്ദേഹം വിരമിച്ചതിന് ശേഷവും സജീവമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അങ്ങനെ ദീർഘകാലം സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി പോരാടിയ പിതാവിൻ്റെ ചെയ്തികൾ എക്കാലത്ത് സ്മരിക്കപ്പെടും. അദ്ദേഹത്തിൻ്റെ പാവനസ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ കേരളം കത്തോലിക്ക വിശ്വാസികൾക്ക് മാത്രമല്ല പൊതുസമൂഹത്തിലെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അദ്ദേഹം സ്വീകാര്യനായിരുന്നു. അതോടൊപ്പം തന്നെ കത്തോലിക്ക സഹോദരങ്ങളുടെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഇടപെടുകയും ചെയ്തു. പ്രത്യേകിച്ചും കർഷകരുടെ പ്രശ്നങ്ങളിലൊക്കെ ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം മുമ്പോട്ട് പോയിരുന്നു. വിശ്വാസ സമൂഹത്തിന് കൂടുതൽ സൗകര്യങ്ങൾ വിദ്യാഭ്യാസപരമായും ആരോഗ്യപരമായും ഒക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി ഗവൺമെന്റുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായ ഇടപെടൽ നടത്താൻ പൊതുവിൽ കത്തോലിക്ക സമൂഹത്തിന്റെ അവകാശ പോരാട്ടങ്ങൾക്ക് ഏറ്റവും മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ച ചരിത്രപരമായ ഇടപെടൽ നടത്തിയ ആളായിരുന്നു പൗവത്തിൽ പിതാവ് എന്നുള്ളത് ആണ് എപ്പോഴും എക്കാലവും സ്മരിക്കപ്പെടുക. വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങളുണ്ടായ സന്ദർഭത്തിൽ മുഖം നോക്കാതെ അദ്ദേഹം അഭിപ്രായം പറഞ്ഞു. അദ്ദേഹത്തിന്റെ നിലപാട് ഒരു മത ന്യൂനപക്ഷം എന്ന നിലയിൽ ക്രൈസ്തവ സഹോദരങ്ങൾക്ക് നൽകിയിട്ടുള്ള ഭരണഘടനാപരമായ പരിരക്ഷ അതിൽ തൊടാൻ സമ്മതിക്കും. അദ്ദേഹത്തിന്റെ സത്യസന്ധത, അദ്ദേഹത്തിന്റെ കർക്കശ സ്വഭാവം, അദ്ദേഹത്തിന്റെ വ്യക്തത കാര്യങ്ങൾ ഇതെല്ലാം പൗവത്തിൽ വ്യത്യസ്തനായ നിലനിൽക്കുന്നു. അദ്ദേഹത്തിന്റെ വേർപാട് ദുഃഖകരമാണ്. അദ്ദേഹത്തിന്റെ ആത്മീയ നേതൃത്വത്തിന് വേണ്ടി എല്ലാവരും ഇന്ന് എത്തുന്നുണ്ട്. അഭിമന്യ പൗവത്തിൽ പിതാവിൻ്റെ വേർപാട് പ്രായാധിക്യം മൂലവും വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലവുമാണെങ്കിലും ഭാരത കത്തോലിക്ക സഭയെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടം തന്നെയാണ്. കേരള കത്തോലിക്ക സഭയ്ക്ക്, പ്രത്യേകിച്ച് സീറോ മലബാർ സഭയ്ക്ക് നഷ്ടപ്പെടുന്നത് സഭയുടെ നെടുംതൂൺ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ആധ്യാത്മിക ആചാര്യനെയാണ്. സഭാവിജ്ഞാനീയത്തിൽ അഗാധ പണ്ഡിതൻ, സീറോ മലബാർ സഭയ്ക്ക് ആഗോള കത്തോലിക്ക സഭയിൽ തനതായ സ്ഥാനം നേടുന്നതിൽ നിസ്തുലമായ പങ്കുവഹിച്ച വൈദിക ശ്രേഷ്ഠൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ, ചിന്തകൻ, എഴുത്തുകാരൻ തുടങ്ങി അഭിമന്യ പൗവത്തിൽ പിതാവിന് വിശേഷണങ്ങൾ ഏറെയാണ്. അഭിമന്യ പൗവത്തിൽ പിതാവിൻ്റെ വേർപാട് കേരള കത്തോലിക്ക സഭയെ സംബന്ധിച്ച് നികത്താനാകാത്ത വലിയ ഒരു വിടവ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തൻ്റെ നീണ്ട കർമ്മനിരതമായ ജീവിതത്തിൽ സഭയ്ക്കും സമൂഹത്തിനും
അദ്ദേഹം ചെയ്തിട്ടുള്ള വിലമതിക്കാനാവാത്ത സേവനങ്ങൾക്ക് തീർച്ചയായിട്ടും സർവശക്തനായ ദൈവം പ്രതിഫലം നൽകും. അതിനായി നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രാർത്ഥിക്കാം.